കളിക്കണ നോട്ടം കാണാൻ ചേലാണ്. പട്ടുതട്ടം മൂടി നിൽക്കും പിഞ്ചു പനി നീർപ്പൂവാണ്. പ്രാണനിൽ ഞാൻ കാത്തുവച്ച പഞ്ചസാര പാലാണ്. പണ്ടു തൊട്ടേ ഉള്ളിനുള്ളിലുള്ള നല്ല ദുനിയാവിൽ ഉരുണ്ടു പേരണ്ട പളുങ്ക്. പൊന്നാണ് പാത്ത് പാത്ത് പൂത്ത കനവിൽ ഞാൻ കുടിക്കണ തേനാണ്. പളപളാന്ന ചിരിയാണ് പതിയെ വീണത് അതിലാണ്. സന്തോഷകരം, അന്തസ്സായി, ശുഭം എന്ന് കുറിക്കാവുന്നത്. സന്തോഷിക്കരുതോ? ഓളെ എങ്ങനെ കൊല്ലണമെന്ന് ചോദിക്കാൻ വന്ന നമ്മളോട് സന്തോഷിക്കാൻ പറഞ്ഞ നിങ്ങൾക്ക് ബുദ്ധിന്റെ മനസ്സാ. ശ്രീജിത്ത് പോക്കർ, താങ്കൾ വരട്ടുചൊറിയുമായി ബന്ധപ്പെട്ട് മുത്തപ്പയുമായി സംസാരിക്കുമ്പോൾ ഞാൻ പൊട്ടത്തരം പറയുന്ന വ്യക്തി എന്ന് താങ്കൾ പരാമർശിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പോഴും എൻ്റെ ബുദ്ധിയെ ചോദ്യം ചെയ്തു. സത്യത്തിൽ മുത്തപ്പയാണോ മണ്ടൻ, അതോ താങ്കളോ? താങ്കളായിട്ട് തന്നെ മകളെ മുത്തപ്പയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു, എന്നിട്ട് താങ്കൾ തന്നെ അവളെ കൊല്ലണമെന്ന് പറയുന്നു. മുത്തപ്പയാണ് താങ്കൾ കൊല്ലണമെന്ന് പറഞ്ഞതെങ്കിൽ അതിലെന്തെങ്കിലും യുക്തി ഉണ്ടെന്ന് കരുതാം. പകരം സൈനബ എന്തിന്? താങ്കളെ ഞാൻ മണ്ടൻ പോക്കരെ എന്ന് വിളിച്ചമുഷിയോ? നിങ്ങൾ നമ്മളെ മാളക്കൊല്ലി പോക്കറിന് ഇനി അങ്ങോട്ട് വിളിച്ചാൽ മതി. മുത്തപ്പ ഓനോട് നമ്മൾ പൊറുക്കും. പക്ഷെ എവിടെ പുല്ലരിച്ചു വളർത്തിയ എവിടെ മോന് ഭൂമിയിൽ ഒരുത്തരും തോപ്പിക്കാൻ പറ്റില്ലാത്ത മുച്ചിട്ട് കളിയില്ലേ മണ്ടമുത്തപ്പ നമ്മളെ തോപ്പിച്ചത് എങ്ങനെയാന്ന് എന്തെങ്കിലും ചോദിച്ചില്ല. മണ്ടന് പെട്ടെന്നൊരു ദിവസം പുത്തിണ്ടായതാണ് ഞങ്ങൾ വിചാരിച്ച്. അങ്ങനെ സംഭവിച്ചുകൂടെ? ഓലക്ക അവിടെയാണ് വലിയ സതി നടന്നത്. പുള്ളിമ വെച്ച ചമ്മക്ക് രൂപത്തിൽ വെച്ച ഇങ്ങക്ക് ചെമ്മടെ ഓരോ രൂപച്ചിട്ടിലും മുട്ടസൂചി കൊണ്ട് കുത്തിട്ട് വെച്ച് ആരാൻ പറഞ്ഞാല് മണ്ടനെ ജയിപ്പിക്കാനുള്ള ശംസിനിത്തിരി പതച്ച പൈമ്പാല് കറക്കണ്. ഇവരെ കൂടാതെ ദുനിയാവുണ്ടോന്ന് ഇടയ്ക്ക് ചിന്തകൾ മുളയ്ക്കണ്. അകത്തൊരായിരം തുടി മുഴങ്ങണ്, അറബന മുട്ട് കടുക്കണ്. കുറവുകളേറെയുള്ള ആ പച്ച മനുഷ്യരുടെ ഭൂമികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു മനുഷ്യനും മറ്റൊരു ജീവനെ ഹനിക്കാറില്ല. കാരണം കാലമെത്ര കഴിഞ്ഞാലും നവീനമായി തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ആ മുഖങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യത്വത്തിന്റെ ആ മഹാഭൂമിക പണിതത് ഒന്നും
ഒരിക്കലും രണ്ടല്ല, ഒരുമയുടെ മുന്നണി വലിയ ഒന്നാണെന്ന് പ്രഖ്യാപിച്ച പ്രവാചക സ്വരമുള്ള ആ സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സോജ രാജകുമാരി